അൽമക്കർ മുദ്ദരിസും SSF സംസ്ഥാന സെക്രട്ടറിയുമായ ബഹുമാന്യരായ അനസ് അമാനി പുഷ്പഗിരി നമ്മളോട് സംവദിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ബിറദ്വാനില്ലാഹി അമ്മാ ബഅദ്. മനുഷ്യനെ റബ്ബ് സൃഷ്ടിച്ചതിൻ്റെ താല്പര്യം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇബാദത്ത് നാം കരുതുന്നത് പോലെ നിസ്കാരം, നോമ്പ്, മറ്റു അനുഷ്ഠാന കർമ്മങ്ങളിൽ ഒതുങ്ങാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളോടുകൂടി കടപ്പാടുകൾ ഉണ്ടായി ജീവിതത്തിൽ ഒരു പച്ചപ്പും നനവും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. സ്വർഗത്തിലേക്ക് പോകാൻ എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് വിജയിക്കാൻ ഏത് മാർഗമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന അന്വേഷണത്തിന് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന സ്വഹാബത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം വിശിഷ്ടരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന മറുപടികളിലെല്ലാം സമാനമായ ആശയങ്ങൾ ഉണ്ടാവും. എന്താണ് വിജയം? സ്വർഗവഴി എന്താണ്? ഇതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്ത പദപ്രയോഗങ്ങളിലൂടെ നൽകുന്ന മറുപടി തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ് എന്നതായിരിക്കും. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ എന്നായിരിക്കും. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ അടിമകളോടും നീ നല്ല നിലയിൽ നിൽക്കണം. അപ്പോഴാണ് നീ വിജയിക്കുന്നത്. കയ്യിൽ കൗണ്ടറുണ്ട്, നെറ്റിയിൽ നിസ്കാരത്താമ്പുമുണ്ട്. ജനങ്ങളോട് നിന്റെ സ്വഭാവത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കടപ്പാടുകൾ നിർവഹിക്കേണ്ടവരോട് ആരോടെങ്കിലും നിന്റെ പക്കൽ നിന്ന് വീഴ്ച വന്നാൽ നിനക്ക് സ്വർഗം നിഷേധിക്കപ്പെടും, ആഖിറത്തിൽ പരാജയപ്പെടും. ഈ ബോധ്യം നമുക്ക് ഉണ്ടാവണം. കുഞ്ഞിളം കാലത്തു തന്നെ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ഏറ്റവും നല്ല പെരുമാറ്റമായിരിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് വിചാരിക്കണം. മഹാനായ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകളുടെ കാലത്ത് നാട്ടിൽ ക്ഷാമം ഉണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി. ഏക്കറക്കണക്കിന് പറമ്പും സ്വത്തും തോട്ടങ്ങളുമെല്ലാം വളരെ ചെറിയ വിലക്ക് വിറ്റു. എങ്ങനെയെങ്കിലും ക്യാഷ് കിട്ടി അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാം എന്ന വിചാരത്തിലാണ് പ്രമാണിമാരാകുന്ന മുഴുവൻ പ്രമാണികളും വലിയ വലിയ തോട്ടങ്ങളൊക്കെ വിറ്റ് ചെറിയ കാശ് വസൂലാക്കി അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നത്. ആയിടക്കാണ് ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിന്റെ വൈഫ്, ഭാര്യ, അത്യാവശ്യം ഒരു ക്യാഷ്, ഒരു എമൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വില കുറഞ്ഞ തോട്ടങ്ങൾക്ക് വളരെ വില കുറഞ്ഞ കാലത്ത് നിങ്ങൾ വലിയൊരു തോട്ടം വാങ്ങൂ, പരലോകത്ത് ഉപകാരപ്പെടും, അല്ല ദുന്യവിയായ ലോകത്ത് തന്നെ ഉപകാരപ്പെടും. ഭാര്യ ക്യാഷ് കൊടുത്തിട്ട് പറയുന്നത് അതാണ്, നിങ്ങൾ തോട്ടം വാങ്ങൂ, നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. മഹാനവറുകൾ അത് മുഴുവനും പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തു. ഭാര്യ ചോദിച്ചു, തോട്ടം വാങ്ങിയോ? യെസ്, വാങ്ങിയല്ലോ. ഏത് ഭാഗത്താണ്?
ഫിൽ ജന്ന, സ്വർഗത്തിലോ? അതെ. വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന പാവങ്ങളുടെ മുന്നിൽ ഇനിയും നമ്മൾ വീണ്ടും പണക്കാരൻ്റെ മേൽ പണക്കാരനാവാനാണോ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ലല്ലോ. പാവങ്ങൾക്ക് വകവെച്ച് കൊടുക്കണ്ടേ? അവർക്ക് ഞാൻ ആ സ്വത്ത് കൊടുത്ത് സ്വർഗത്തിൽ ഒരു തോട്ടം വാങ്ങിയിരിക്കുന്നു. അന്ന് ഭാര്യ പുഞ്ചിരിച്ച് ദുആ ചെയ്തു കൊടുത്തത് ത്വബഖാത്തു ശാഫിഇയ്യത്തുൽ കുബറയിൽ കാണാം. ഈ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അങ്ങനെയാണ്. ജീവിതത്തിൽ ഉടനീളം തൻ്റെ ദർസിനിടയിൽ, തൻ്റെ ഗ്രന്ഥരചനകൾക്കിടയിൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു കാരുണ്യ സേവന പ്രവർത്തകനായിരുന്നു. എന്തിനധികം ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ പാവങ്ങളാരെങ്കിലും തൻ്റെ പക്കലേക്ക് വന്നാൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ താൻ കെട്ടിയിരിക്കുന്ന തലീക്കെട്ട് പകുതി മുറിച്ചുകൊണ്ട് അത് സ്വതക്ക ചെയ്യുത്ര. ഒന്നുമില്ല മോനെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ തരാൻ, ഈ തലീക്കെട്ടിന്റെ പകുതി ഭാഗം ഞാൻ തരാം എന്ന് പറഞ്ഞ് അത് പീസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും അത്ര. ഇങ്ങനെയായിരുന്നു ഇന്നലകളിൽ ജീവിച്ച മുഴുവൻ ഇമാമിങ്ങളും. അവർക്കറിയാം ആഖിറത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് സേവന പ്രവർത്തനങ്ങൾ. ഒറ്റയാനായി ജീവിക്കുന്ന കാലത്ത്, സെൽഫിഷ് ലോകത്ത് നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളുടെയും റീൽസുകളുടെയും കാലത്ത് ഈ വാക്കുകൾക്ക്, ഈ ചരിത്രങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. നമ്മൾ സോഷ്യലാവണം. നമ്മളെ കൊണ്ടാവുന്ന സേവനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ നമുക്ക് കഴിയണം. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു എന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനെ കുറച്ച് ദിവസങ്ങൾ കാണാതിരുന്നപ്പോൾ, മോനെന്താ പഠനം നിർത്തിയോ എന്ന് ഉസ്താദ് ചോദിച്ചു. ഇല്ല. പിന്നെന്താ കുറച്ച് ദിവസം? ഉസ്താദെ, വാപ്പ പറഞ്ഞു ഇനി ജോലിക്കൊക്കെ പോയാൽ മതി, ജോലിക്ക് പോയാൽ മതി. വീട്ടിലിടെ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലത്ത് നീ വീണ്ടും പഠനവും ഉപരിപഠനവുമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞ വാക്ക് കിതാബുകളിലുണ്ട്. അവിടുന്ന് പറയാണ്, മോന് ജോലിക്ക് ഇനി പോകേണ്ടതില്ല, മോൻക്ക് വേണ്ട സ്വത്തെല്ലാം ഞാൻ തരും. ആദ്യ ഗഡു തക്കാഫുലിൻ്റെത് ഇതാ. ആ ഒരു ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ 100 ദിർഹം ഉണ്ടായിരുന്നു. ഈ പണം തീർന്നിട്ട് ഉസ്താദിനോട് എങ്ങനെ പറയും, നാളെ ഈ പണം തീരുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്ക് ഇന്ന് തന്നെ അടുത്ത മാസത്തെ ഗഡുവും ഉസ്താദ് തന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്രത്തിൻ്റെ പൂർത്തീകരണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വന്തം പ്രകാശിക്കുന്നതോടൊപ്പം ആ പ്രകാശം ബാക്കിയുള്ളവർക്ക് കൂടി കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എല്ലാവരും നന്നാവണം എന്ന് വിചാരിക്കണം. ഇവിടുന്ന് നിങ്ങളുടെ കഴിവുകൾ ഓരോന്നും മൂർച്ച കൂട്ടുമ്പോൾ പേനയുന്തികളായ സാഹിത്യകാരന്മാരാവുന്നതിന് പകരം ആർട്ട് ഫോർ ആർട്ടിന്റെ കാലത്ത് നമ്മൾ സേവന പ്രവർത്തകരാവണം. ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയത് കമ്മീഷന് വേണ്ടിയല്ല. ഓഫ്സെറ്റും പ്രസ്സും ഇല്ലാത്ത കാലത്ത് ആയിരക്കണക്കിന് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയത് അടുത്തൊരു തലമുറ സ്വർഗത്തിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും ആ ആലോചനയിലേക്കാണ് കടന്നു വരേണ്ടത്. അതിന് നമ്മൾ സ്വയം പ്രകാശിക്കണം. ഇപ്പോൾ അക്കാദമിക് കാലമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്റ്റാർ കൊടുക്കുന്ന ശീലം സാർമാര്, ടീച്ചർമാര് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതാണ്. പക്ഷേ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം എല്ലാ ശിഷ്യന്മാർക്കും സ്റ്റാർ കൊടുത്ത ആളായിരുന്നു മുത്തുനബി. അസ്ഹാബി കന്നുജൂം. സ്റ്റാർ കൊടുക്കുകയല്ല, they are shining stars എന്നാണ് പറഞ്ഞത്. അവർ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. എല്ലാ അനുയായികളെയും വളർത്തിക്കൊണ്ടുവരുന്നിടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പന്തിയിൽ ഉണ്ടായിരുന്നത്. നബി തങ്ങൾ ഓരോ അനുയായിയെ കുറിച്ച് പറയുമ്പോഴും കേൾവിക്കാർക്ക് തോന്നുന്നത് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് A+ ഗ്രേഡ് അവർക്കാണ് എന്നാണ് തോന്നുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് 40 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോന്നിനു ശേഷം ഓരോരുത്തരെ കെട്ടിക്കുന്നത് എൻ്റെ ഉസ്മാനായിരിക്കും എന്ന്. ഇത് കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് എന്ത് തോന്നും?
സ്വഹാബത്തിൽ ഇത്രയും സൗഭാഗ്യമുള്ള, ഇത്രയും ഭാഗ്യവാനായ, ഇത്രയും നബിതങ്ങളുടെ മനസ്സിൽ മതിപ്പുള്ള ഒരാൾ വേറെ ഉണ്ടോ എന്നൊരാലോചന വരും. പിശാച് ഒരു വഴിയിൽ കയറിയാൽ, ഉമർ തങ്ങൾ ആ വഴിയിലുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിശാച് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത്രയും വിശുദ്ധനായ തൻ്റെ ശിഷ്യനെയാണ് ഉസ്താദ് അടയാളപ്പെടുത്തുന്നത്. എൻ്റെ അബൂബക്കറിനേക്കാൾ പരിശ്രേഷ്ഠരായ ഒരാളില്ല എന്ന് പറയുമ്പോൾ, വിജ്ഞാനം അതിൻ്റെ പട്ടണം ഞാനാണെങ്കിൽ അതിൻ്റെ കവാടം അലിയാരാണ് എന്ന് പറയുമ്പോൾ അലിയാരേക്കാൾ പണ്ഡിതൻ വേറെ ആരുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അവരെ സ്റ്റാറുകളായി അടയാളപ്പെടുത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുകയും സ്വയം മോട്ടിവേറ്റഡ് ആവുകയും നമ്മൾ ചെയ്യണം. ആ രണ്ട് കാര്യത്തെ ലളിതമായി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. 1000 ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷ, അതിൽ ഒരാൾ മാത്രമേ പാസ്സാവുള്ളൂ എന്ന് നേരത്തെ തന്നെ അറിയാം. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ ഒരാളാവാനാണ് നമ്മൾ പോകേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇതിന് എക്സാം എഴുതണം. ആ ഒരാൾ ഞാനായിരിക്കും എന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് കാലത്തും അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. മുഅത്തദ് 3000 പേര് മാത്രമേ സൈന്യം ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ശത്രുപാളയത്തിൽ 2 ലക്ഷമുണ്ട്. എന്നിട്ടും സ്വഹാബത്തിന് ജയിച്ചടക്കാനുള്ള മനോവീര്യം, യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ നബി തങ്ങൾ മോട്ടിവേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ബദർ അതിന്റെ ഏറ്റവും മൂർധന്യ നിമിഷത്തിൽ ഇരിക്കുമ്പോൾ ജയിക്കുമെന്ന സൂചനകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വാക്കുകളിൽ ഉണ്ടാവേണ്ടത്. നജ്മുദ്ദീൻ അൽ-ഖുസി റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രശസ്ത പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അപാരമായ ബുദ്ധിവൈഭവവും വൈജ്ഞാനിക മേഖലയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റിയും കണ്ടപ്പോൾ പലരും ഉസ്താദുമാരും ആലിമീങ്ങളും പറഞ്ഞു, എന്തൊരു മോനാണ്, എന്തൊരു ഹിഫ്ളാണ്, എന്തൊരു മനപ്പാടമാണ്. അപ്പോൾ കേൾവിക്കാരിൽപ്പെട്ട ഒരു മഹാൻ പറയാണ്, എങ്ങനെയാ ഇത്ര വലിയ മോനാവാതിരിക്കുക? സിംഹത്തിന്റെ മോനായ സിംഹക്കുട്ടിയല്ലേ, ഉപ്പ വലിയ പണ്ഡിതനല്ലേ. ഈ നജ്മുദ്ദീൻ അൽ-ഖുസി തങ്ങൾ പറയുന്നുണ്ട്, ആ വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഈ കാലമെത്രയും എനിക്ക് ഗ്രന്ഥങ്ങൾ എഴുതാനും പ്രഭാഷണങ്ങൾ നടത്താനും തൂലിക ചലിപ്പിക്കാനും ഇബാദത്തുകളിൽ സജീവമായി മുന്നോട്ട് പോകാനും പ്രചോദിപ്പിച്ച വാക്കതാണ്. ഹാഫിദ് ദഹബിയുടെ എഴുത്ത് കണ്ടപ്പോൾ കൂടെയുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇത് വലിയ ഹദീസ് പണ്ഡിതന്റെ എഴുത്താണല്ലോ, മനോഹരമാണല്ലോ. ആ എഴുത്ത് എന്നെ അത്രമാത്രം സ്വാധീനിച്ചു എന്നല്ല ഹാഫിദ് ദഹബി പറയണത്. ഹാഫിദ് ദഹബി പറയണത് ആ വാക്ക് എന്നെ വലിയ ഹദീസ് പണ്ഡിതനാക്കാൻ പ്രചോദിപ്പിച്ചു. കണ്ടോ? എന്തിനധികം പറയണം? ഷാഫി ഫിഖ്ഹിലെ അവസാന വാക്കാണ് ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെ ഇത്രമേൽ പണ്ഡിതനാക്കാൻ പ്രചോദിപ്പിച്ചത്, എനിക്ക് ഇത്രമേൽ ഇൻസ്പിറേഷൻ കിട്ടിയത്, മോട്ടിവേഷൻ കിട്ടിയത് എൻ്റെ ഉസ്താദായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു എനിക്ക് ഇടയ്ക്കിടെ വന്ന് ദുആ ചെയ്തു തരും. എനിക്ക് ഉസ്താദ് അധികവും ദുആ ചെയ്തു തരുന്നത് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ഈ മോനെ വലിയ ആലിമാക്കണേ, ദീനിൽ പണ്ഡിതനാക്കണേ എന്ന ദുആ ആണ്. കൂട്ടുകാരെ, ഒരു വാക്കായിരിക്കും, ഒരു ദുആ ആയിരിക്കും, ഒരു മോട്ടിവേഷൻ തലോടലായിരിക്കും ആ കുട്ടിയെ വലിയ പ്രതിഭയാക്കി മാറ്റുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരോടും അങ്ങനെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. വെറും സേവന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മാംസവും അരിയും കൊടുക്കൽ മാത്രമല്ല, അതിനേക്കാൾ ശക്തിയുള്ളതാണ് ഓരോരുത്തർക്കും മനോഹരമായ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കൽ. ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം അസ്നവി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ സദസ്സിൽ ആരെങ്കിലൊക്കെ ചെറിയ ഒരു പോയിന്റ് പറഞ്ഞാൽ വലിയ പോയിന്റ് ആയിട്ടാണ് ആ ആലിമീങ്ങൾ കാണുക. ഓഹോ, മോനിക്ക് എവിടെ നിന്ന് ഇത് കിട്ടി? ആഹാ, അസ്നവി ഇമാമൊക്കെ കന്നി ലമ്മസ്മഹു കത്തു, ഇതുവരെ കേൾക്കാത്ത പോലെയാണ് അത് കേട്ടുകൊടുക്കൽ. അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. ആരെങ്കിലൊക്കെ ചെറിയ മുത്തഅല്ലിമീങ്ങളോ തൊട്ടടുത്ത ബിരുദെടുത്ത കൂട്ടുകാരോ ആരെങ്കിലൊക്കെ പ്രസംഗിക്കുന്ന കേട്ടാൽ ഇതുവരെ കേൾക്കാത്ത പോയിന്റുകൾ കേൾക്കുന്നത് പോലെ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു കേട്ടുകൊടുക്കും.
നമ്മുടെ ജൂനിയറായ ഒരു മുത്തഅല്ലിം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടിയെ ശ്രവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആ പോയിന്റും ആ പറയുന്ന ഹദീസും അതിന്റെ ഫിഖഹിന്റെ മസലകളും ഈ പ്രഭാഷണം നടത്തുന്ന ആള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നൂറുകണക്കിന് തവണ ദർസ് നടത്തി കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഇതുവരെ കേൾക്കാത്ത പോലെ കേട്ടുകൊടുക്കും. സുബ്കി ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യൻ ഒരു മസല പറഞ്ഞപ്പോൾ കേൾക്കാത്തതുപോലെ വലിയൊരു പോയിന്റ് ആയിട്ട് കേട്ടുകൊടുക്കുമ്പോൾ മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉപ്പ അത് ഇന്ന് കിതാബില് നമ്മൾ നേരത്തെ നീ കണ്ടിരുന്നു, അത് നീ കണ്ടിരുന്ന തെളിവ് കൊണ്ടുവരും, കിതാബ് കൊണ്ടുവരും, വെറുതെ ഓരോന്ന് പറയണത് അടിപൊളി പോയിന്റ് ആണല്ലോ മോന് പറഞ്ഞത് എന്ന് പറഞ്ഞ ആ ശിഷ്യനെ എല്ലാ പ്രചോദനം കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുമ്പോൾ മകൻ കിതാബ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉപ്പ പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാ, പക്ഷെ ആ മോന് പുതിയ മുത്തഅല്ലിമാ, ജസ്റ്റ് +1 ജോയിന്റഡാ. ആ കുട്ടി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കേട്ടു കൊടുക്കണ്ടേ മോനെ, പ്രചോദിപ്പിക്കണ്ടേ മോനെ? ഇതല്ലേ നമ്മൾ ആവേണ്ടത്? കൂട്ടുകാരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ തേർഡ് കിട്ടിയ കുട്ടിയോടും ഗ്രേഡ് മാത്രം കിട്ടിയ കുട്ടിയോടും ഒരു ഗ്രൂപ്പ് ലീഡർ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചാണ് പറയാതെ പറയുന്ന ആശയങ്ങളിലൂടെ നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ സൃഷ്ടികളോടും എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആലോചന നമ്മളിൽ എപ്പോഴും ഉണ്ടാകും. എപ്പോഴും സൃഷ്ടികളെ കുറിച്ച് നല്ല വിചാരം, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? 3 കാര്യങ്ങളാണ്. ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതെന്താണ് നല്ല വിചാരം? 1, എൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. 2, എൻ്റെ ചെറിയ നന്മയാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും. 3, എന്നെ അള്ളാഹു നന്നാക്കും. ഇതേ നമ്മൾ എപ്പോഴും വിചാരിക്കാൻ പാടുള്ളൂ. നമ്മുടെ മുന്നിൽ നിന്ന് ഒരാൾ മരണപ്പെടുന്നു, മരണമാസന്നമായവന്റെ അടുത്തേക്ക് നമ്മൾ ഹാജറാവുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാം എന്താ പറയണത്? അയാളോട് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാക്കണം. എത്ര തെറ്റ് ചെയ്ത പോലെ അള്ളാഹ് പുറത്തു വരും മോനെ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാളോട് നമ്മൾ എന്താ പറയേണ്ടത്? നീ ഇതുവരെ ചെയ്ത എല്ലാ ദോഷം പുറത്തു, ഒരൊറ്റ നിസ്കാരം ഖളാ വിട്ടണ്ട, വരൂ, വാം വെൽക്കം. അങ്ങനെയാണ് ഇതാണ് ഒരു ദാഇയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ദഅവത്തിന് വേണ്ടി യമനിലേക്ക് പറഞ്ഞയക്കുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോടും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത് യസ്സിറ വലാ തുനഫിറ. നാട്ടുകാരെ വെറുപ്പിക്കരുത്, എളുപ്പാക്കണം. നിന്റെ പ്രസംഗം, നിന്റെ ക്ലാസ്, നിന്റെ ലേഖനം, നിന്റെ ഇടപെടൽ, നിന്റെ ദഅവത്ത് ഫലിക്കണമെങ്കിൽ ഇസ്ലാം സിമ്പിളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മനോഹരാവണം. അതാണ് മരിക്കുന്ന ആളോട് അള്ളാഹു പുറത്തു തരും എന്ന് പറയണമെന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളോട് ഇതുവരെയുള്ള ദോഷം പൊറുക്കുമെന്നും പറയേണ്ടത്. അത് കടന്നുവരവായാലും ഇവിടുന്ന് പോക്കാണെങ്കിലും എൻട്രാണെങ്കിലും എൻ്റെ ആണെങ്കിലും ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം. ഇത് മാത്രമേ നമ്മുടെ നാവുകളിൽ നിന്ന് ഒരു ദാഇ എന്ന നിലക്ക് വരാൻ പാടുള്ളൂ. അതിൻ്റെ ആശയങ്ങളാണ് ഇപ്പോൾ നമ്മൾ മൂർച്ച കൂട്ടേണ്ടത്. ഒരിക്കലും നമ്മൾ എനിക്കാവൂല, എനിക്കിതൊന്നും പറഞ്ഞല്ല, എനിക്ക് പ്രഭാഷണം അല്ലെങ്കിൽ എൻ്റെ ലേഖനം ചെറുതായി പോയി, ഇങ്ങനെ വിചാരിക്കുന്നതിലപ്പുറത്ത് വലിയ ആലോചന. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞ് സംസാരം നിർത്താം. നിങ്ങൾ നോക്കൂ, ഖന്തക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ പ്രാതികൂല്യ സാഹചര്യമുള്ള ഒരു സമരമായിരുന്നില്ലേ? അതെ, ആ സമരത്തിൽ കിടങ്ങു കുഴിക്കുന്ന ഘട്ടത്തിൽ സ്വഹാബത്ത് വിശക്കുന്നുണ്ട്. കല്ല് കെട്ടിയിട്ടാണ് അവര് പണിയെടുക്കുന്നത്. ഒരു പാറക്കല്ല് സ്വഹാബത്തിനായിരിക്കും പൊട്ടിക്കാൻ കഴിയുന്നില്ല. കിടങ്ങു കുഴിക്കുന്നതിന് അതൊരു തടസ്സാവുന്നു. നബി തങ്ങൾ പൊട്ടിക്കേണ്ട ആയുധം വാങ്ങിയിട്ട് അത് പൊട്ടിക്കുന്ന സമയത്ത് പറയുന്ന 3 വാക്കുകളുണ്ട്: കിസ്റ, കൈസർ, മദിയൻ. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ ഓരോ കഷ്ണം പാറ പൊട്ടുന്ന സമയത്ത് വലിയ 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 പട്ടണങ്ങളെ കുറിച്ച് പറയണത്? നമ്മൾ ജയിച്ച് ജയം നമ്മുടെ കയ്യിലേക്കെത്തി ഈ 3 പട്ടണങ്ങളും കീഴടക്കുന്നു. പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോഴും പ്രാതികൂല്യ സാഹചര്യം മുന്നിൽ ഉണ്ടാവുമ്പോഴും വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് ഒരു നേരത്തെ പട്ടിണി അടക്കാൻ ഭക്ഷണമില്ലാത്ത കാലത്തും നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇതാണ് പ്രചോദിപ്പിക്കേണ്ടത്. ആരാരുമില്ലാത്ത ഒരു പ്രദേശത്ത് വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഒരു നോളേജ് സിറ്റി പണിയാനുള്ള അധ്വാനത്തിലായിരുന്നു കൻസുൽ ഉലമ ഉസ്താദിന്റെ പഴയ കാലത്തു തന്നെ ഉള്ള വലിയ ആലോചന. ആ ക്യാമ്പസിൽ ഇരുന്ന കൂട്ടുകാരോട് ഇത് കൂടുതലൊന്നും പറയേണ്ടതില്ല. ആ ഖബറിന്റെ ചാരത്തൂടെ പോകുമ്പോൾ തന്നെ ഈ ആശയങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ നോക്കൂ, ഹിജ്റക്ക് പോകുന്ന ഘട്ടം, സുറാഖത്ത് മുന്നിൽ കൊല്ലാൻ വേണ്ടി എത്തി. ആ സുറാഖത്തെത്തി മുഅ്ജിസത്തിലൂടെ പല കാര്യങ്ങളും കണ്ട് ഇസ്ലാം സ്വീകരിച്ച സുറാഖത്തിനോട് ആദ്യമായിട്ട് നബി തങ്ങൾ പറയുന്നത്, സുറാഖത്തെ, കിസ്റന്റെ വള നീ ധരിക്കുന്ന കാലം വരും എന്നാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? തൊട്ടടുത്ത സിദ്ദീഖ് തങ്ങൾ എന്ന തന്റെ ഏറ്റവും ഇഷ്ടക്കാരന് കൊടുക്കുന്ന വളരെ മനോഹരമായ മോട്ടിവേഷനാണത്. സിദ്ദീഖെ, മോന് വിചാരിക്കണ്ടാവും മക്കത്ത് നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കാൻ കഴിയാതെ മദീനത്തേക്ക് പോകുകയാണെന്ന്. അല്ല, നമ്മൾ കിസ്റയും കൈസറും ജയിച്ചടക്കുന്ന കാലം വരും മോനെ അബൂബക്കറെ എന്നാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന ആലോചനയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. പുതിയ കാലത്ത് ജനറൽ ന്യൂട്രാലിറ്റിയുടെയും ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെയും LGBT കാലമൊക്കെ വരുമ്പോ നമ്മുടെ ഫിഖ്ഹിനെ ഒരിക്കലും നിലച്ചു പോകലില്ല, നമ്മുടെ ഫിഖ്ഹ് നിന്നു പോകുന്നില്ല. ഏത് ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ കാലത്തും, ഏത് ആൽഫ ജനറേഷൻ കാലത്തും, ഡിജിറ്റൽ ലിറ്ററസിയുടെ കാലത്തും, LGBT കാലത്തും നമ്മുടെ ഫിഖ്ഹ് വളരെ മനോഹരമായിട്ട് ഉണ്ടാവുന്നതിന് താല്പര്യം എന്താണ്? 100 കൊല്ലം മുമ്പ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തുഹ്ഫ ആ കാലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എഴുതുമ്പോ വരും കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയും പുരോഗതിയും എവിടെ എത്തുമെന്ന് ആലോചിച്ചുകൊണ്ട്, ആ കാലത്ത് ഇസ്ലാമിന്റെ ഫിഖ് എവിടെ എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് 600 കൊല്ലം മുമ്പ് കിതാബ് എഴുതിയത് കൊണ്ട് തന്നെ നമുക്ക് ക്ഷാമമില്ല, നമുക്ക് മസലകൾക്ക് പന്നമില്ല, നമുക്ക് ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വലിയ വലിയ ആലോചനകളുമായി കുഞ്ഞിളം കാലത്തു തന്നെ വളരണമേ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.